ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന 2.1 ആംപ്ലിഫയർ ആണ്. അതായത് ഫുൾ പാക്ക് എന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് തന്നെ. 2 ബോക്സ്, ഒരു സബ്, അതുപോലെ തന്നെ ആംപ്ലിഫയർ ഫുള്ളി അസംബിൾഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് തന്നെ. ഡെനക്സിൻ്റെ ഒരു പുതിയൊരു മോഡലാണിത്. അതായത് പെർ ചാനൽ 100 വാട്ട്സ് എന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് തന്നെ. അതായത് സ്റ്റീരിയോയ്ക്ക് 100 വാട്ട്സിൻ്റെ 2 ബോക്സും അതുപോലെ തന്നെ സബിന് വേണ്ടി 1300 വാട്ട്സിൻ്റെ ഒരു സബുമാണ് ഇതിന് വരുന്നത്. ഇത് ഫ്രണ്ടും ബാക്കും നമ്മൾ അക്രിലിക്ക് തന്നെ ഒരു പുതിയൊരു ഡിസൈൻ തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. പാനലിലേക്ക് വരുവാണെങ്കിൽ USB-യും 2 എൻകോഡർ നോബുമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ റിമോട്ട് കിറ്റിൻ്റെ ഒരു ഡിസ്പ്ലേയും ചെറിയൊരു USB ബോർഡിൻ്റെ ഒരു ഡിസ്പ്ലേയും കൂടെ ഫ്രണ്ട് സൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അഡീഷണലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ടച്ച് സെൻസർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ടച്ച് ചെയ്ത് ഓണും ഓഫും ആകുന്ന രീതിയിലാണ് ഇതിൻ്റെ സെൻസർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. പാനൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 3 ഓക്സ് ഇൻപുട്ടാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് റൈറ്റും സബിനും വേണ്ടി നമ്മൾ ബനാന ജാക്ക് തന്നെ ക്വാളിറ്റി എന്ന രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, ഇത്രയാണ് ബാക്ക് സൈഡിലേക്ക് വരുവാണ്. ഇനി നമുക്ക് ബോക്സിലേക്ക് നോക്കുവാണെങ്കിൽ ബോക്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 6 ഇഞ്ചിൻ്റെ 2 ബോക്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തന്നെ. നല്ല വുഡിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തൊരു ബോക്സ് തന്നെ. അതിലേക്ക് വരുന്ന ഒരു ട്യൂട്ടർ നമ്മൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോക്സിൻ്റെ ഒരു ഓഫർ സ്പീക്കർ വരുന്നുണ്ട്. അതും 6 ഇഞ്ചിൻ്റെയാണ്. നമുക്കൊരു 100 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് ഒരു ബോക്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അങ്ങനെ 2 ബോക്സാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇതിനു വേണ്ടി നമ്മളൊരു 12 ഇഞ്ച് JBLൻ്റെ ഒരു സബ് വൂഫറും കൂടെ വരുന്നുണ്ട്. ഇതുപോലെ ഏത് ഡിസൈനിലാണെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ഉൾസൈഡിൽ എന്തൊക്കെയാണ് ബോർഡുകൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ഡീറ്റെയിലും കൂടെ നോക്കാം. നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന നമുക്ക് USB, ബ്ലൂടൂത്ത്, ഓക്സ്, FM ഇത്രയാണ് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് വരുന്നത്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള ബോർഡുകളും കമ്പോണൻസുകളൊക്കെയാണ്. ഇതൊരു 5.1ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഒക്കെ ഇട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പോലെ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നതിന്. ടൊറോഡോ ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ കുമാറിൻ്റെ ബോർഡ്, അതുപോലെ സ്പീക്കർ പ്രൊട്ടക്ഷന്, സബ് ഫിൽറ്റർ, വിസ്മിയുടെ റിമോട്ട് കിറ്റ്, അങ്ങനെ എല്ലാം നല്ലൊരു ക്വാളിറ്റി എന്ന രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയ്ക്ക് വേണ്ടി 2 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു ചാനലിന് 2 ട്രാൻസിസ്റ്റർ വെച്ചും, അത് സബിന് വേണ്ടി 4 ട്രാൻസിസ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊരു ഫാനും ഓട്ടോമാറ്റിക് ഫാൻ കൺട്രോളൊക്കെ കൊടുത്ത് നല്ല നോയ്സൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഫ്യൂച്ചറിലൊരു 5.1ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള രീതിയിലും കൂടെ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് തന്നെ. സബിന് വേണ്ടി മാത്രം നമ്മളൊരു 55 വോൾട്ടേജ് DC ഔട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ DC സെക്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബിസ്മിയുടെ റിമോട്ട് കിറ്റാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 2.1ന് വേണ്ടി. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉൾസൈഡിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസും ബാക്കി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നോക്കാം. നല്ലൊരു പെർഫോമൻസ് തന്നെ വരുന്നുണ്ട്. ഇത് ഫുൾ കിറ്റായിട്ട് ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യുന്നത് മതി. അതുപോലെ തന്നെ ഇത് ആവശ്യക്കാർക്ക് നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം.